കേരള പോലീസിൽ നിരവധി ആരോപണങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവും പൂരം കലക്കലുമെല്ലാം വലിയ വിവാദമായ വിഷയങ്ങളാണ്. അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിൽ അദ്ദേഹം ട്രാക്ടറിൽ കയറിപ്പോയി എന്നുള്ളതാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറിൽ മറ്റുള്ളവർ, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോലും ട്രാക്ടറിൽ പോകാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയാണ്. എന്നാൽ ആ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് എം.ആർ. അജിത് കുമാർ സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ പോയത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരു ADGP കൂടിയാണ് അദ്ദേഹം. നിയമത്തെ കബളിപ്പിക്കാൻ എം.ആർ. അജിത് കുമാർ ചെയ്തത് CC ക്യാമറകളിൽ പതിയാത്ത സ്ഥലങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ഈ ട്രാക്ടറിൽ പോയത് എന്നുള്ളതാണ്. അപ്പോൾ അതിന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായി തന്നെ ഇത് വിമർശിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം കാണിച്ചത് തീർത്തും അനീതിയാണെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എം.ആർ. അജിത് കുമാറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണറായി വിജയനോ എം.ആർ. അജിത് കുമാറോ അധികാരമുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്.